ഇപ്പോൾ കെ എം ഷാജി വളരെ മോശമായിട്ട് പല കാര്യങ്ങളും പ്രസംഗിക്കുന്ന, ഇതുപോലെ നമ്മൾ എതിർക്ക് എന്താണ് ഈ പറയുന്നതെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, എല്ലായിടത്തും കാണാം, അതായത് ഈ തലശ്ശേരി കലാപം ഉണ്ടാക്കിയത് പിണറായി വിജയനാണ്. ഇവരുടെ CPM-ന്റെ ഒരു പ്ലാൻ ആയിരുന്നു അത്ര തലശ്ശേരി കലാപം. അതായത് അങ്ങേയറ്റം പച്ചക്കള്ളം, നഗ്നമായിട്ടുള്ള കള്ളത്തരം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വേദിക്കും തൊട്ട് മുമ്പായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുക എന്നുള്ളത് അങ്ങേയറ്റം മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഒന്ന് ലീഗിന്റെ നേതാക്കളോട് പറയണം, ഇമാതിരി കള്ളത്തരങ്ങൾ, പച്ചക്കള്ളം. അതായത് കുട്ടികളൊക്കെ ഇരിക്കുന്ന രാഷ്ട്രീയമായിട്ട് സാഹചര്യങ്ങളെ പഠിക്കുന്ന ചെറുപ്പക്കാരൊക്കെയുള്ള ആളുകളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു തട്ടാൽ കുരുക്കാത്ത നുണയെടുത്ത് വെച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല, പക്ഷേ അങ്ങനെ കള്ളങ്ങൾ കൊണ്ട് രാഷ്ട്രീയം നടത്തേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന മേഖല അധപ്പതിച്ചിട്ടില്ല. ഇപ്പോൾ രാജ്യത്ത് പല സ്ഥലത്തും ഉണ്ടത്. അപ്പോൾ രാജ്യത്ത് പല സ്ഥലത്തുമുള്ള അത്തരം കള്ളങ്ങളിന്മേലുള്ള ഈ രാഷ്ട്രീയ പരിപാടിയെ, രാഷ്ട്രീയ പ്രവർത്തനത്തെ, അതുകൊണ്ട് ഭരണ നേട്ടം ഉണ്ടാക്കുന്നതിനെ എതിർക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും CPI ആണെങ്കിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനതയെ പ്രതിനിധീകരിക്കുന്ന ഈ പാർട്ടികളെല്ലാം ഈ കള്ളങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്ന് എതിർക്കുന്നവരാണല്ലോ, വ്യാജ സംഗതികളെ എതിർക്കുന്നവരാണ്. എന്നിട്ട് ഇവിടെ പിന്നെ അത് ആവശ്യമില്ലാത്ത കേരളത്തിൽ വന്നിട്ട് ഇമാതിരി പച്ചക്കള്ളം പറയരുതെന്ന് ഷാജിയോട് പറയണം. ഞാനിത് ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ഷാജിയൊക്കെ ഇങ്ങനെ എതിർത്ത് രണ്ട് വർത്തമാനം പറഞ്ഞ് ഇയാൾ എന്താണ് ഈ പറയുന്നതൊക്കെ ചോദിക്കേണ്ടുന്ന സമയത്താണ് ഇമാതിരി ഒരു കാര്യമില്ലാത്ത കുഴപ്പത്തിലേക്ക് പോകുന്നത്. തീർച്ചയായും അത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സമയത്ത് തന്നെ ഷാജി ആവർത്തിച്ച് ഈ സമുദായത്തോട് പറയുന്നത് എന്താണ്, സമുദായത്തിന് ഒത്തിരി കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ്. 9.5 കൊല്ലക്കാലം സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് എന്ന് വർഗീയമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നേതാവാണ് ഷാജി. ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണ്, സെക്യുലർ ഒരു ഔട്ട്ലുക്കുള്ള പാർട്ടിയാണെന്നാണ് ഞാൻ എല്ലാ കാലത്തും വിശ്വസിച്ചിട്ടുള്ളത്. ഷാജി പക്ഷേ വർഗീയമായി ചിന്തിക്കുന്ന ഒരാളാണെന്ന്, ഇത്തരത്തിൽ കള്ളത്തരം പറയുന്നതിനും മടിയില്ലാത്ത ഒരു നേതാവാണ്. ആ നിലയ്ക്ക് തന്നെയാണ് അതിനെയും നമ്മൾ കാണേണ്ടത്. അത് ഇത്തവണ മാത്രമല്ല ചരിത്രം അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കേസ് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ സമയത്ത് ഓർത്തു പോകേണ്ടതാണ്. ഈ സിറാത്ത് പാലം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന സംഗതിയാണ്. അപ്പോൾ ഈ പാർട്ടിയെ എതിർത്ത് കഴിഞ്ഞാൽ ആഖിറത്തിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്നുള്ള പ്രസംഗങ്ങൾ വരിക, ഇതെല്ലാം ലീഗും എതിർക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഈ മട്ടിലുള്ള മുതലെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് വർഗീയമായി കാര്യങ്ങളെ അവതരിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് CPM-ന്റെ നേതാവ് സജി ചെറിയാൻ ആയിക്കോട്ടെ, അതല്ല ലീഗിന്റെ നേതാവ് KM ഷാജി ആയിക്കോട്ടെ, ഇവരാരായാലും അതിനെ സമൂഹം എതിർത്ത് ഒറ്റപ്പെടുത്തേണ്ടതാണ് ഇവരെ എല്ലാവരെയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും ഇതും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ, ഈ സജി ചെറിയാനും പറയുന്നതും തമ്മിൽ? വെള്ളാപ്പള്ളി നടേശൻ ഇത് ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? അത് ഏത് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. പറയുന്നത് മുഴുവൻ ഒറ്റയടിക്കുള്ള നേരിട്ട് സമുദായത്തിനെതിരെ പറയുന്നത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അടുത്ത ചോദ്യത്തിൽ അത് ലീഗിനെതിരെ പറഞ്ഞതാണെന്ന് പിന്നീട്